ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനും മാർച്ചാച്ചും കൂടെ നമ്മുടെ കോട്ടയത്തുള്ള പൊൻകുന്നത്തുള്ള നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിനാണ് പോകുന്നത്. കോട്ടയത്ത് ചെന്നിട്ട് അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ആണ് പൊൻകുന്നത്തിന് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ട്രെയിനിന് തന്നെയാണ് പോകുന്നത്. ഒരു 6:15 ഒരു പാസഞ്ചറുണ്ട്, ഒരു മെമു. അപ്പോൾ അതിന് ആണ് പോകുന്നത്. അത്യാവശ്യം നല്ല റഷായിരുന്നു കേട്ടോ. കാരണം അവധി ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കോട്ടയത്തേക്ക് എത്തി. കോട്ടയത്തു നിന്ന് നമ്മൾ പൊൻകുന്നത്തിന് പോകുന്നത് ബസ്സിനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. അത്യാവശ്യം ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്തു. പൊൻകുന്നം 1-ാം മൈലിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. അവിടെ തന്നെ മലനാടിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഉള്ള പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മലനാടിൻ്റെ ഈ ഔട്ട്ലെറ്റിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു മാംഗോയുടെ ബാർ ഐസ്ക്രീമും പിന്നെ കുറച്ച് ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോയി കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് നടന്നു പോകാൻ, ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് നടന്നു പോകാൻ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും മമ്മി നല്ല ഉണക്കക്കപ്പയും മീൻകറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞിട്ട് മമ്മിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഏജൻസിയിൽ എന്താക്കി DL ഒക്കെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ഞാനും മമ്മിയും കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. ഇതാണ് ഈ മെറ്റീരിയൽ ഉണ്ട്, സ്പ്രിങ് പോലെ ഇരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോട്ടൺ മെറ്റീരിയൽസൊക്കെ നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. വന്ന പാടെ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് വാനില ഐസ്ക്രീം എടുത്ത് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാനും മാർച്ചാച്ചനും ജിയാക്കുട്ടിയും കൂടെ മാർച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയുടെ വീഡിയോ ആണിത് കേട്ടോ. രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേട്ടായും മോനും ചേച്ചിയും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചോറൊക്കെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ. ലഞ്ചിന് നെയ്ച്ചോറും സാലഡ്, ചിക്കൻ കറി, പപ്പടം, പിന്നെ നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി. ഇന്ന് നല്ല ചൂടാവും കേട്ടോ. പെട്ടെന്ന് നമ്മൾ ടയേർഡായിപ്പോവും. അത് നന്നായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം കപ്പ നടുന്ന ഒരു സമയമാണ്. അപ്പം കപ്പ നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ചാച്ചൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കപ്പ മുറിച്ച് വെച്ചു. മാടിച്ചാച്ചൻ അത് കൊണ്ടുവന്ന് ഓരോ തടത്തിലും കൊണ്ടുവന്ന് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം മമ്മി ആൻറ്റിയും കൂടെ അത് കുഴിച്ചു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കപ്പ കുഴിച്ച് വെക്കുന്നത്. സാധാരണ ഒരു കമ്പ് നാട്ടി വെക്കുന്നു, അത്ര പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. പക്ഷേ അതിന് എന്തൊക്കെയോ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് മുറിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞ് കൂടുതൽ പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കപ്പനടിയിലും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ തൃപ്പൂണിത്തറയ്ക്ക് പോവാണ് കേട്ടോ. പൊൻകുന്നം റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൃപ്പൂണിത്തറ. ബൈ.